മലയാളികൾ ഇന്ന് വേദനയോടെ ഏറ്റെടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട സഹനടനും വില്ലനും ഒക്കെയായി അഭിനയിച്ച രാജേന്ദ്രൻ്റെ മരണം. രാജേന്ദ്രൻ എന്ന നടൻ്റെ വാർത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇന്ന് ദുഃഖത്തോടെയാണ് കാണുന്നത് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊല്ലത്തെ വീട്ടുമുറ്റത്ത് ഹൃദയം തകർന്നാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ ഏക മകനും അഭിനേതാവും ഒക്കെയായ നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യദർശൻ ഇരിക്കുന്നത്. അച്ഛൻ്റെ മരണം താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ദിവ്യദർശൻ ഇപ്പോഴെന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതൊരു മകനെ പോലെയും അച്ഛൻ്റെ കർമ്മങ്ങൾക്കും അച്ഛൻ്റെ ചടങ്ങുകൾക്കും വേണ്ടി ഓടി നിൽക്കുകയാണ് ദിവ്യദർശൻ. എന്നാൽ അദ്ദേഹം എത്രമാത്രമായിരുന്നു രാജേന്ദ്രനുമായ അടുപ്പത്തിലെന്ന് എല്ലാവർക്കും അറിയാം. 38 വയസ്സാണെങ്കിലും ബാല്യകാലം മുതൽ തന്നെ സിനിമയെ അടുത്തുനിന്ന് കണ്ടിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ദിവ്യദർശൻ രാജേന്ദ്രൻ എങ്ങൂർ. ദിവ്യദർശൻ എന്ന ഏകനാമത്തിൽ അറിയപ്പെടുന്ന ദിവ്യദർശൻ രാജേന്ദ്രൻ എങ്ങൂർ കേരളത്തിൽ എന്നും നിന്നുള്ള ഇന്ത്യൻ നടനും നിർമ്മാതാവുമൊക്കെയാണെന്ന് പറയാം. ഹൈഡ് ആൻഡ് സീക്ക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച എങ്ങൂർ ദിവ്യദർശൻ രാജേന്ദ്രൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖത്തിൽ കഴിയുകയാണ്. രാജേന്ദ്രൻ്റെ മകനെ തേടി എല്ലാവരും എത്തുകയാണ്. അവൻ എവിടെയെന്ന് എല്ലാവരും ചോദിച്ചെത്തുന്നുണ്ട്. കാരണം അച്ഛന് വയ്യാതിരുന്നപ്പോഴും അച്ഛൻ എപ്പോഴും അസുഖം വരുമ്പോഴും ഓടി നടക്കാനും അച്ഛനോടൊപ്പം നിൽക്കാനും ഒക്കെ കൂടെയുള്ളത് ഈ മകൻ തന്നെയാണ്. അതെപ്പോഴും അങ്ങനെ ഒരു വാർത്തയിൽ തന്നെ നിറഞ്ഞു നിൽക്കാറുമുണ്ട്. പ്രണയവർണ്ണങ്ങൾ എന്ന TV ഷോയിലൂടെയാണ് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ദിവ്യദർശൻ എത്തിയത്. 2021 തൊട്ട് 22 വരെയായിരുന്നു അത് എത്തിയത്. ഹൈഡ് ആൻഡ് സീക്ക് എന്ന 2012 സിനിമയും കാർണവർ എന്ന 2014 സിനിമയും രമേശൻ ഒരു പേരല്ല എന്ന സിനിമ 2019 എടുത്തിരുന്നു. മാസ്റ്റർ പീസ് പകലും പാതിരവും, ലോർഡ് ലിവിങ്സ്റ്റൺ, 7000 കണ്ടി, അവരുടെ വീട്, മിസ്റ്റർ ബീൻ, ടീൻസ്, കൂട്ടത്തിൽ ഒരാൾ എന്ന് തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നറിയാം. പ്രേക്ഷകരുടെ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ്. 2012 മുതൽ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹം O മാധവന്റെയും വിജയകുമാരിയുടെയും ചെറുമകനാണ്. അതുപോലെ മുകേഷിന്റെ സഹോദരി പുത്രൻ കൂടിയാണ് ദിവ്യദർശൻ. അങ്ങനെ ജീവിതത്തിലുടനീളം സിനിമയുമായി നല്ല അടുപ്പമുള്ളൊരു വ്യക്തി കൂടിയാണ് ദിവ്യദർശൻ. എന്നിട്ടും അച്ഛൻ്റെ അവസാന കാലം ആരെയും അധികം അറിയിച്ചില്ല. അച്ഛന് വയ്യാതിരുന്നിട്ടും അദ്ദേഹം അസുഖബാധിതനായിരുന്നിട്ടും ആരെയും ഈ സങ്കടമൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അത്രമാത്രം ഉള്ളിൽ കൊണ്ട് തന്നെയായിരുന്നു ദിവ്യദർശൻ കൊണ്ടു നടന്നത്. അദ്ദേഹം ആരെയും ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നില്ല. അച്ഛനെ കൊണ്ടുപോകാൻ പലപ്പോഴായി ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യദർശൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം മനോഹരമായി നോക്കി. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഒപ്പമിരുന്നു. ഇപ്പോഴിതാ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഒന്ന് പൊട്ടിക്കരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും പറ്റാതെയാണ് ഇപ്പോൾ ദിവ്യദർശൻ നിൽക്കുന്നത്. അത്രമാത്രം സങ്കടമുണ്ട് എന്ന് ദിവ്യദർശനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുകയാണ് എന്നാണ് തോന്നുന്നത്. വളരെയധികം സങ്കടമുണ്ട്, മറ്റല്ലാതെ ഒന്നും പറയാനില്ല. ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ഇപ്പോൾ പറയാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കാനോ സാധിക്കില്ലല്ലോ എന്നും എപ്പോഴും അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.